നിഷ്പക്ഷ നിലപാടിൽ ഇതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമേ 2 അഭ്യർത്ഥനയുണ്ട്. 1, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 2, നിങ്ങൾ എന്നെ അപരാധം പറയരുത്. തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് ആളുകൾ ഇതെനിക്ക് അയച്ചു തന്നിട്ട് എന്നോട് ചോദിച്ചത് ഗൾഫിൽ നിന്നും മലബാറിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഇത് വഞ്ചിപ്പാട്ട ലേലവുമായി ബന്ധപ്പെട്ടുണ്ടായ അടിയാണ് എന്ന തരത്തിൽ പ്രചരിക്കുന്നു. അത് വാസ്തവമാണോ എന്നാണ്. അതിൻ്റെ ആമുഖം പറഞ്ഞില്ല. എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള, നിങ്ങൾ ദേശീയപാതയിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ താജ്മഹൽ മസ്ജിദ് എന്നൊക്കെ പലരും വിശേഷിപ്പിക്കുന്ന മനോഹരമായ മസ്ജിദിലെ ഒരു മനോഹരമായ ദൃശ്യമാണ് നിങ്ങളീ കണ്ടത്. അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. അവിടെ വളരെ പടച്ചതമ്പുരാൻ്റെ മാർഗത്തിൽ ജീവിക്കുകയും ദഅവത്ത് നടത്തുകയും അതിനുവേണ്ടി സഞ്ചരിക്കുകയും ഒക്കെ ചെയ്ത കുറച്ച് തങ്ങന്മാരുടെ ഖബറിടം അവരാവശ്യപ്പെടാതെ, അവരാഗ്രഹിക്കാതെ അവിടെ അടക്കി അത് കെട്ടിപ്പൊക്കി അതിൽ പച്ച തുണിയൊക്കെ ഇട്ട് അവിടെ ഉള്ളു എന്നുള്ളതാണ് ആ പള്ളിയുടെ ഒരു തീർത്ഥാടന മാഹാത്മ്യം. ആ പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഗതിയിലാണ് നിങ്ങൾ ചോദിച്ചത് ഇത് വഞ്ചിപ്പാട്ട ലേലമാണോ എന്ന്. ഇത് വഞ്ചിപ്പാട്ട ലേലമേ അല്ല. ഇത് വഞ്ചിപ്പാട്ട ലേലം വിളിയുമായി ഇതിന് ബന്ധമില്ല. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനം സാമ്പത്തികമാണ്. അത് വഞ്ചിപ്പാട്ടയുമായി ബന്ധപ്പെട്ടതല്ല. ഇതൊരു കമ്മിറ്റിക്കകത്തുള്ള ഏറ്റവും മനോഹരമായ, അതായത് അള്ളാഹുവിൻ്റെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മതയുള്ള ആളുകളിരുന്ന് നടത്തിയ ചർച്ചയുടെ കാണിക്കാൻ കൊള്ളാവുന്ന ചില മനോഹരമായ ദൃശ്യങ്ങളാണിത്. രണ്ടാമത്, എന്നെ അപരാധം പറയരുതെന്ന് പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഒരു പ്രദേശത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഈ പള്ളി പരിപാലിക്കാൻ സർവ്വതാ യോഗ്യരാണ് എന്ന് കണ്ടെത്തി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജയിച്ച ആളുകൾ ആ പള്ളിയുടെ മാഹൗലിലിരുന്ന് ആ പള്ളിയുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി നടത്തിയ സ്നേഹപൂർവമായ ഇടപെടലും, ആ ഇടപെടൽ ഒരു മൊബൈൽ ഫോണിൽ ദൃശ്യവൽക്കരിച്ച് പള്ളിയുടെ വിഷയമായതുകൊണ്ട് കൂടുതൽ പുണ്യം ലഭിക്കും എന്ന് കരുതി ഇതിനകത്ത് തന്നെയുള്ള പടച്ചവനെ സൂക്ഷിക്കുന്ന ഒരു വിശ്വാസി പുറത്തുവിട്ട ദൃശ്യങ്ങളുടെ മേൽ എല്ലാവരും കൂടി ആവശ്യപ്പെട്ട സംശയം തീർക്കാൻ വേണ്ടിയാണ് ഞാനിതിനെക്കുറിച്ച് പ്രതികരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ അപരാധം പറയരുതെന്ന്. ഏതായാലും ഇതാണ് ഈ സംഭവം. കരുനാഗപ്പള്ളി ഷേഖ് മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ തങ്ങന്മാരുടെ ഖബറിടമുണ്ട്. ആ ഖബറിടത്തിൽ എല്ലാ ദിവസവും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള തീർത്ഥാടനമുണ്ട്. അവിടെ പച്ചപ്പട്ടുണ്ട്, പഴമുണ്ട്, യാസീനോദലുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് നിലവിളക്കുണ്ട്, അതിൻ്റെ ലേലങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പള്ളിയാണ്. ഈ സാധാരണ നമ്മൾ ഏതെങ്കിലുമൊക്കെ സംഘടനകളിൽ അംഗമാകുമ്പോൾ ആ സംഘടനയുടെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്താണോ അതിനെക്കുറിച്ചാണ് അന്വേഷിക്കാറുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്കൂളിൽ അധ്യാപകരെല്ലാം കൂടി ചേരുമ്പോൾ എത്ര കുട്ടികൾ അഡ്മിഷൻ എടുത്തു, നമുക്ക് ഡിവിഷൻ ഫോള് വരുമോ, ഇതാണ് അന്വേഷിക്കാറുള്ളത്. ഏതെങ്കിലും സാമൂഹ്യ സംഘടനകളിൽ അംഗമാകുമ്പോൾ അവരുടെ റിവ്യൂവിൽ ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ എത്ര പേര് അംഗങ്ങളായി, നമ്മുടെ പരിപാടികളിൽ എത്ര പേർ പങ്കെടുത്തു, ഇത്തരം സംഗതികളൊക്കെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തരം പള്ളികളിൽ ഈ അള്ളാഹുവിൻ്റെ പരിപാലന കമ്മിറ്റി അംഗങ്ങൾക്ക് ലൊഹറിന് എത്ര ആളുകൾ വരുന്നു, സുബഹിക്ക് എത്ര ആളുകൾ വരുന്നു, നമ്മുടെ ജമാഅത്തിൽ എത്ര വീടുകളിൽ നമസ്കാരക്കാരായ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇന്നലകളിൽ വന്നുകൊണ്ടിരുന്ന ആരെങ്കിലും വളരെ പെട്ടെന്ന് വരാതാകുന്നത് വല്ല അസുഖം വന്നിട്ടാണോ, അല്ലെങ്കിൽ അവർ വരാതിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ എത്ര ശതമാനം വീടുകളിലേക്ക് കൂടി നമുക്കൊരു വർഷം കൊണ്ട് ഈ പള്ളിയുടെ ഒരു ലക്ഷ്യം, അതായത് നിസ്കരിക്കാൻ വരണം എന്ന് പറയുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ അവരെ നിസ്കാരക്കാരാക്കണം, അല്ലെങ്കിൽ പ്രകടമായി കാണുന്ന ഹറാമുകളെ, മദ്യപാനമാകട്ടെ അത്തരം കാര്യങ്ങളിലൊക്കെ എന്തിടപെടണം എന്ന് പറയുന്ന ചർച്ചകളൊന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഈ ജയിപ്പിക്കുന്നതിനകത്തും 4-5 പേര് ഉള്ളി കഴിക്കുന്നവരും അച്ചാറ് കഴിക്കുന്നവരും ഉണ്ടാവും. ജനകീയതയാണ്. ഈ പള്ളികളിലെല്ലാം 2 കാര്യങ്ങളാണല്ലോ തർക്ക വിഷയങ്ങൾ. ഒന്ന്, അധികാരം. ഞങ്ങൾ കുടുംബപരമായി ഞങ്ങളെ കഴിഞ്ഞുള്ളവരേ ഉള്ളൂ, വേറെ ഉള്ള കുടുംബക്കാരല്ലാത്തവരാരും വേണ്ട, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ 10 പൈസയുടെ പണിയെടുക്കാതെ സുഖമായി കിട്ടുന്ന ഒരു പദവിയാണ് ചില പള്ളികളിലെ ഈ പോസ്റ്റ്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ പോലും ഖബറിൽ പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലേ അങ്ങോട്ട് പോവുകയുള്ളൂ. അതൊരു കാര്യം. രണ്ടാമതായി ഉള്ളത് ഈ സംഗതിയാണ്. ഏത്? ഈ വരുമാനം, അമിതമായ വരുമാനം. ഇപ്പോൾ ഈ പള്ളിയിൽ നടന്നത് എല്ലാവർക്കും അവരുടേതായ ന്യായീകരണങ്ങളുണ്ട്. പക്ഷേ ഇത് നിങ്ങളൊക്കെ ചെയ്യുന്നത്
ഒരു പടച്ചതമ്പുരാനെയും വിശ്വാസി സമൂഹത്തെയും പള്ളി എന്ന് പറയുന്ന പടച്ചവൻ്റെ ഗേഹമാണെന്ന് നിങ്ങളൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതിയെയും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും മലിനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന പള്ളിയുമായി ബന്ധപ്പെട്ടതിൽ പറയുന്നത് കമ്മിറ്റിയിൽ കാശ് വന്നു, അതിൻ്റെ കണക്ക് അവതരിപ്പിച്ചില്ല, അതിൻ്റെ കണക്ക് അങ്ങനെ വെച്ചില്ല, ഇങ്ങനെ വെച്ചില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ലെന്ന് ഒരു പക്ഷം. മറുവശത്തുള്ളവർ പറയുന്നു, ഒരു കാരണവശാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത കുറേ ആളുകൾ നിയമസഭ പോലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊരു ചട്ടവും ഒരു നടപടിക്രമവും അത് പരിപാലിക്കുന്നതിനൊരു സ്പീക്കറും ഒക്കെ ഉണ്ട്. ഭയങ്കര വൈരാഗ്യത്തോടെ ഏറ്റുമുട്ടുന്നവരാണെങ്കിൽ പോലും സഭയ്ക്കകത്ത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുണ്ട്. ഇത് സംഗതി എന്നറിയോ? ഈ പള്ളികളുടെ ഒന്നും ബൈലയിൽ ഒന്നിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. എന്തുകൊണ്ട് വ്യക്തതയില്ലെന്ന് ചോദിച്ചാൽ, പിൽക്കാലത്ത് ഈ കാലന്മാരെല്ലാം ഇതുപോലെ കാശിനടിയാകുമെന്നോ അല്ലെങ്കിൽ ഇതുപോലെ തമ്മിൽ തല്ലുമെന്നോ ഒന്നും അന്ന് എഴുതിയിരുന്നവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇതുപോലൊരടിയൊന്നും അന്നുണ്ടായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നുമുള്ള പ്രൊവിഷനില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്ത് സംഭവിച്ചാലും ബൈലായിലേക്ക് നോക്കിയാൽ ബൈലായിക്കകത്ത് കാണുന്നത് ഉണ്ടപ്പപ്പടമാണ്. ഈ ബൈല ഒന്ന് അമെൻഡ് ചെയ്യണമെങ്കിലോ അതിനുവേണ്ടി ഒരു പൊതുയോഗം വിളിച്ചാൽ ആ പൊതുയോഗത്തോടു കൂടി ചിലപ്പോൾ പള്ളി പൊളിച്ച് ഇഷ്ടികകളാക്കി ലോറി കയറ്റിക്കൊണ്ട് പോകും. അപ്പോൾ സംഗതി ഒന്നും നടക്കാത്തൊരു സ്ഥിതിവിശേഷമാണ്. ഇത് കുറേ കാലമായി കരുനാഗപ്പള്ളിയിൽ ഈ അഭ്യാസം തുടങ്ങിയിട്ട്, ഈ ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പേർ വിമതരാവും. ആ വിമതരാവുന്നവരെല്ലാവരും കൂടി ഭരണം പിടിച്ചെടുക്കും. നമ്മുടെ അങ്കോളയിലും പിന്നെ അതുപോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പോലെ പിടിച്ചെടുത്ത് കഴിയുമ്പോഴോ ബാക്കിയുള്ള കുറേ പേരെല്ലാം കൂടെ വിമതരാവും. എന്നിട്ട് ഇതേ അഭ്യാസങ്ങളാണ് പോലീസ്, കേസ്, വഖഫ് ബോർഡ്, പിന്നെ അതിൻ്റെ അപ്പുറത്തെ സംഗതികളൊക്കെയാണ്. അപ്പോൾ എനിക്കിതിലെ പടച്ചവനെ പേടിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു കാരണവശാലും ഇവിടെ ഒന്നും കൊണ്ടുവന്ന് അമിതമായി കാശിട്ട് ഇവരെ വഷളാക്കരുത്. നിങ്ങൾ പടച്ചവൻ്റെ തൃപ്തിക്ക് വേണ്ടി ആർക്കെങ്കിലുമൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുക്കുക, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികളുടെ വിവാഹത്തിന് കൊടുക്കുക, രോഗത്തിന് ചികിത്സിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് കൊടുക്കുക. ഇതെല്ലാം ഈ വഞ്ചിപ്പാട്ടയിലിട്ട് ഇത് ഉപയോഗിക്കാൻ അറിയാത്ത ഈ തമ്മിൽ തല്ലുന്നവർ ഇതങ്ങ് ശോഷിച്ചാൽ, ഇതങ്ങ് കുറഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞ് അവരവരുടെ കച്ചവടത്തിന് പോവും, അവരവരുടെ പണിക്ക് പോവും. പിന്നെ പള്ളിക്കകത്ത് നമസ്കരിക്കുന്ന ആളുകളെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ, ഇതിൽ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ, ഈ കക്ഷിയല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കോടതിയെ സമീപിച്ച് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി, 4-5 പേരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഉണ്ടാക്കാൻ ആവശ്യപ്പെടുക. എന്നിട്ട് 5-6 മാസം കൊണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ബൈല ഉൾപ്പെടെ പഠിച്ച് വളരെ മനോഹരമായൊരു ബൈല ഉണ്ടാക്കി ചട്ടപ്രകാരമുള്ള സംഗതി ചെയ്ത് ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കുന്നവർ മദ്യപിക്കുന്നവരാകരുത് എന്ന് പറയുന്നൊരു കണ്ടീഷൻ വെച്ച്, അപ്പോൾ ചോദിക്കും അതെങ്ങനെ പരിഹരിക്കുമെന്ന്. തർക്കമുണ്ടെങ്കിൽ ബ്ലഡ് സാമ്പിൾ പരിശോധിച്ചാൽ കൃത്യമായിട്ടറിയാം ഒരാൾ മദ്യപിക്കുന്ന ആളാണോ അല്ലയോ എന്ന്. അത്തരത്തിലുള്ള കൃത്യമായ നടപടിയെടുത്ത് ഇത് പടച്ചവനെ പേടിയുള്ള കുറച്ച് പേരെങ്കിലും, എല്ലാവരും പടച്ചവനെ പേടിയുള്ളവരൊന്നും കിട്ടാൻ ഇപ്പോഴത്തെ കാലത്ത് പ്രയാസമാണ്. അത് പടച്ചവനും അറിയാം. അതുകൊണ്ട് ഇപ്പം 100 പേരോ 50 പേരോ വരുന്നതിൽ ഒരു 70 പേർ അങ്ങനെയുള്ളവരായാൽ ബാക്കി 30% എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങി ഈ സമൂഹത്തെയും വിശ്വാസത്തെയും ഒരു പള്ളിയെയും അപമാനിക്കുന്ന പ്രവൃത്തിയിൽ ഒരു വിടുതലുണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ആദ്യം പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു, നിങ്ങളിത് വഞ്ചിലേലമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. രണ്ടാമത്തത്, ഇത് പറഞ്ഞത് എന്തെങ്കിലും തരത്തിലുള്ള അപരാധമായിപ്പോയെന്ന് എന്നെക്കുറിച്ചും ചിത്രീകരിക്കരുത്.